എല്ലാ ദിവസവും മുട്ടേ നിൽക്കണം. മുട്ടുകുത്താൻ പറ്റത്തില്ലെങ്കിൽ എവിടെയെങ്കിലും അടങ്ങിയിരിക്കണം. ഇരുന്നിട്ട് പരിശുദ്ധാത്മാവേ സംസാരിക്കാവോ എന്ന് ചോദിക്കണം. ബൈബിളിലെ ദൈവത്തെ സൂചിപ്പിക്കാൻ ആവർത്തിക്കപ്പെടുന്ന ഒരു വാചകമാണ് ജീവനുള്ള ദൈവം, സജീവനായ ദൈവം. ലിവിങ് ഗോഡ് എന്നാണ് നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുന്നത്. ലിവിങ് ഗോഡ്. ബൈബിളിലെ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ദൈവം ഉരിയാടുന്ന ദൈവമാണ്. ഊമയല്ല, ഡമ്പല്ല, മ്യൂട്ടല്ല. ദൈവം മിണ്ടുന്ന ദൈവമാണ്, ഉരിയാടുന്ന ദൈവം, സംസാരിക്കുന്ന ദൈവം. ആ സംസാരിക്കുന്ന ദൈവം ചരിത്രത്തിലുടനീളം സംസാരിച്ചതിന്റെ ലിഖിത രൂപമാണ് നിങ്ങളുടെ കൈകളിലിരിക്കുന്ന ബൈബിൾ. ആ ദൈവത്തിന്റെ സംസാരം നിലച്ചിട്ടില്ല. ആ ദൈവത്തിന് ജരാനരകൾ ബാധിച്ചിട്ടില്ല. ആ ദൈവം ഒരു പടുകിഴവനായിട്ട് വെള്ളെഴുത്ത് കണ്ണാടിയും വെച്ച് വടിയും കുത്തിയിരിക്കുകയല്ല. ആ ദൈവം ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ആ ദൈവം സംസാരിക്കുന്നുണ്ട്. നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ സഭയെക്കുറിച്ച്, നിന്റെ വീടിനെ കുറിച്ച്, നിന്റെ സ്വപ്നങ്ങളെ കുറിച്ച് ആ ദൈവം സംസാരിക്കുന്നുണ്ട്. എവിടെയാ നമുക്ക് കാലിടറിയെന്നറിയാവോ? നമ്മളിത് കേൾക്കാൻ ഇരുന്നിട്ടില്ല. നമ്മളിത് കേൾക്കാൻ ഇരുന്ന് കൊടുത്തിട്ടില്ല. പറയണം, കർത്താവേ ദൈവത്തിന്റെ പദ്ധതി എന്താ ചോദിക്കണം. എക്സ്പീരിയൻസ് കൊണ്ട് ഇറങ്ങരുത്, അനുഭവം കൊണ്ട് ഇറങ്ങരുത്. കർത്താവേ എന്റെ മക്കളെ കുറിച്ച് എന്താ, ഏത് സ്കൂളിൽ വിടണം ചോദിച്ചിട്ടുണ്ടോ നിങ്ങള്? ഏത് കോളേജിൽ വിടണം, ഏത് വിഷയം എടുക്കണം, എങ്ങോട്ട് വിടണം, എല്ലാം ഇപ്പൊ കാനഡ എന്ന് പറഞ്ഞു പോവല്ലേ? ചോദിച്ചിട്ടുണ്ടോ? കർത്താവേ എന്റെ കുട്ടിയെ കുറിച്ച് എല്ലാവർക്കും ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, കാനഡ അയർലൻഡ്, കാനഡ അയർലൻഡ്. ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ? കർത്താവേ എന്റെ കുഞ്ഞ് കാനഡയിലാണ് പോകേണ്ടത്, കാനഡയിൽ പോയി എന്റെ കൊച്ചു രക്ഷപ്പെടുവോ? കാനഡയിൽ പോയി ഈ കൊച്ചു ആത്മാവിനെ അറിയുവോ? പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ നിന്ന് വഴുതി പോവോ? ചോദിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ പറയും ചോദിച്ചാ ഞങ്ങൾക്ക് മറുപടി കിട്ടുമെന്ന്. നന്നായിട്ടിരുന്ന് ചോദിക്കുക, കിട്ടുമില്ലെന്നറിയാം. എല്ലാ ദിവസവും മുട്ടേ നിൽക്കണം. മുട്ടുകുത്താൻ പറ്റത്തില്ലെങ്കിൽ എവിടെയെങ്കിലും അടങ്ങിയിരിക്കണം. ഇരുന്നിട്ട് പരിശുദ്ധാത്മാവേ സംസാരിക്കാവോ എന്ന് ചോദിക്കണം. ബൈബിളിലെ ദൈവത്തെ സൂചിപ്പിക്കാൻ ആവർത്തിക്കപ്പെടുന്ന ഒരു വാചകമാണ് ജീവനുള്ള ദൈവം, സജീവനായ ദൈവം. ലിവിങ് ഗോഡ് എന്നാണ് നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുന്നത്. ലിവിങ് ഗോഡ്. ബൈബിളിലെ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ദൈവം ഉരിയാടുന്ന ദൈവമാണ്. ഊമയല്ല, ഡമ്പല്ല, മ്യൂട്ടല്ല. ദൈവം മിണ്ടുന്ന ദൈവമാണ്, ഉരിയാടുന്ന ദൈവം, സംസാരിക്കുന്ന ദൈവം. ആ സംസാരിക്കുന്ന ദൈവം ചരിത്രത്തിലുടനീളം സംസാരിച്ചതിന്റെ ലിഖിത രൂപമാണ് നിങ്ങളുടെ കൈകളിലിരിക്കുന്ന ബൈബിൾ. ആ ദൈവത്തിന്റെ സംസാരം നിലച്ചിട്ടില്ല. ആ ദൈവത്തിന് ജരാനരകൾ ബാധിച്ചിട്ടില്ല. ആ ദൈവം ഒരു പടുകിഴവനായിട്ട് വെള്ളെഴുത്ത് കണ്ണാടിയും വെച്ച് വടിയും കുത്തിയിരിക്കുകയല്ല. ആ ദൈവം ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ആ ദൈവം സംസാരിക്കുന്നുണ്ട്. നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ സഭയെക്കുറിച്ച്, നിന്റെ വീട്